ഹലോ മോനെ, എന്തെല്ലാം അറിയില്ല അച്ഛനും കേക്കാത്ത. പിന്നെ എന്തുണ്ട്? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാ? ഞാൻ കഴിച്ചു. നീ കഴിച്ചിനാ? കഴിച്ചു. സുഖം തന്നെയല്ലേ? ഓ സുഖം തന്നെ. പിന്നെ അവിടെ എന്തിന്റെ വിശേഷം? ഇവിടെ ഇങ്ങനെ പോന്ന്. മഴയുണ്ട്. ഇവിടെ നല്ല ചൂടാ. ഇവിടെ നല്ല മഴയുണ്ട്. ഇപ്പൊ നാട്ടില് വരുന്നേ? നാട്ടില് അടുത്ത ആഴ്ച വരുന്നുണ്ട്. ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല. ടിക്കറ്റ് ഓക്കെ കഴിഞ്ഞാൽ വരും. പിന്നെ വേറെ നല്ല വിശേഷമൊന്നുമില്ല. പിന്നെ വിളിക്കാം കേട്ടാ. ശരി. മോനാ ഞാനും വരുന്നുണ്ടോ അടുത്ത ആഴ്ച? ഹലോ. ആടാ ഞാൻ മോഹനാ. എന്റെ ഫോൺ ഓഫാണ്. അപ്പൊ ഞാൻ അവളെ ഫോണിന്ന് വിളിച്ച. പറ. നമ്മ പറഞ്ഞില്ല നീ അടുത്ത ആഴ്ച വരുന്നുണ്ട്. അങ്ങനെ പ്ലാനെല്ലാം ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ് എടുത്താ? ടിക്കറ്റ് ശരിയായില്ല. ടിക്കറ്റ് ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ വരും. എനിക്ക് കുറച്ച് സാധനം വാങ്ങിക്കാണ് ഞാൻ വിളിച്ച. എനിക്ക് ഒരു 1 മണി കഴിയുന്നുണ്ട്. അപ്പൊ എനിക്ക് 2 മിക്സി വേണം. 2 വലിയ മിക്സി വേണോ? ഫോട്ടോയിൽ ഞാൻ അയച്ചു തരാം. അത് നല്ല ബ്രാൻഡിന്റെ കൊണ്ടുള്ളൂ. അതല്ലാത്ത എന്റെ വീടെല്ലാം കിട്ടുന്ന വെറും ഫോട്ടോ അത് കൊണ്ടുവരണം. പിന്നെ എന്താന്ന് വെച്ചാൽ മറ്റേ എപ്പോ നീ കൊണ്ടുവരില്ലേ 3 വേറെ കളറിലെ കുപ്പി. നമ്മുടെ നാട്ടുകാർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഓരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും നീ വന്നു കഴിഞ്ഞാലേ. അപ്പൊ എനിക്ക് എന്താ പറയാ ഇല്ലാന്നൊന്നും പറയാൻ നമുക്ക് പറ്റൂല. അതുകൊണ്ടാണ് നീയെല്ലാം നോക്കിട്ട് വാങ്ങിട്ട് വാ കേട്ടാ. ഞാന് വിളിക്കാം. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കാം കേട്ടാ. ശരി. സുധാകര, രാജൻ വരുന്നുണ്ട്. എളുപ്പന്ന് എപ്പ വരുന്നേ? അടുത്ത് വരുന്നുണ്ട്. എന്നാ ശരി. എനിക്ക് കുറച്ച് ആവശ്യമുണ്ട്. വിളിച്ചാലേ. ഹലോ, ഞാനാണ് സുധുവേട്ടനാണ്. സുധാകരൻ അല്ലേ? എന്തെല്ലാം വിശേഷം? അമ്മ പറഞ്ഞേ അമ്മ വരുന്നുണ്ട് പറഞ്ഞേ. സുധാകരൻ എങ്ങനെയുണ്ട്? സുഖം തന്നെ. പിന്നെ മോനെ എനിക്കൊരു സാധനം മോനേനു. ആപ്പിൾ അടിച്ച കഷ്ണത്തിന്റെ ബാക്കിൽ ഫോട്ടോ ഉള്ളൊരു ഫോണില്ലേ? ഐഫോണാ? ഇതെല്ലാം വെച്ചിട്ട് ഈ അളക്കാനെല്ലാം ഭയങ്കര പാട്. അപ്പൊ അതാകുമ്പോ ഇങ്ങനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അളവ് ഇങ്ങ് വരും. അപ്പൊ എനിക്ക് ഒരു 16 ആണെന്ന് തോന്നുന്നു. മോളിങ്ങനെ പറയുന്ന കേട്ടിനെ. 16 കിട്ടിയിട്ടുണ്ടെങ്കിൽ 25 കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചോ കേട്ടോ. 25 ഇറങ്ങിയിട്ടില്ല സൂര്യേട്ടാ. 16 ഇപ്പോഴത്തെ മോഡലുള്ളത്. ഏതായാലും കുഴപ്പമില്ല, കൊണ്ടുവന്നാ മതി കേട്ടാ. അപ്പൊ മോനിപ്പോ വരിക? ഞാൻ അടുത്ത ആഴ്ച ഡേറ്റ് ഫിക്സ് ആയില്ല. ടിക്കറ്റ് എല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ ഒരു ദിവസം പറഞ്ഞാൽ മതി. അമ്മേന്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഞാൻ പണിയെല്ലാം വേഗം തീർക്കും. എനിക്ക് എല്ലാം ഒരു ദിവസം മതിയല്ലോ. അടിപൊളിയല്ലേ? അപ്പൊ പിന്നെ മോൻ പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ വരാട്ടാ. ശരി, മറക്കല്ലേ അവനെ. ഇയാൾ എന്നാ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? രാവിലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാർ അതിഥിയെല്ലാം വേണം എന്നൊക്കെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. വിളിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് വേണം, പിന്നെ സ്റ്റൗ വേണം, അത് 2 സ്റ്റൗ, പിന്നെ ഐഫോൺ വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇതെല്ലാം വാങ്ങിക്കണം. ഞാനതിന് അഭിപ്രായമൊന്നും പറയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടാണ് കൊണ്ടുപോകാത്തതെന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ അകത്തൊന്നും പറയാനില്ല. നിങ്ങൾ സൗകര്യം പോലെ നോക്കിയിട്ട് എന്താ വേണ്ടത് ചെയ്തോളുക. എൻ്റെ വീട്ടിലേക്ക് വാങ്ങേണ്ടി ഒന്നും ഇയാൾ നോക്കണ്ട. അതൊക്കെ ഞാൻ എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അയക്കോളും കേട്ടോ. അതുകൊണ്ട് ഒന്നും കേൾക്കാൻ എനിക്ക് കഴിയില്ല. അല്ല, ആലോചിച്ച് പിടിച്ച് ചിന്തിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് വാങ്ങിച്ചോളൂ. നോക്കാം. പിന്നെ ഇതെല്ലാം കൂടി വാങ്ങിക്കാൻ പറ്റുമെന്ന് എനിക്കൊന്നും അറിയില്ല. നമുക്ക് ഡ്രസ്സ് കൊണ്ടുപോകേണ്ട ഒരു സ്പേസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നല്ലത്. ഇല്ലെങ്കിൽ അവിടെ പോയിട്ട് അന്ന് നമ്മൾ വാങ്ങേണ്ടി വരും. അത്രേ എനിക്ക് പറയാനുള്ളൂ. എടാ, ഇതെല്ലാം ഒന്നും വാങ്ങാൻ പറ്റില്ല. അമ്മേനെ വിളിച്ച് പറഞ്ഞേക്കാം. ഹലോ അമ്മേ. ഞാൻ അടുത്ത ആഴ്ച വരുന്നുണ്ട്. അതായത് ബുധനാഴ്ച വരുന്നത്. പിന്നെ സാധനങ്ങളൊന്നും ഞാൻ അധികം കൊണ്ടുവരില്ല കേട്ടോ. പറഞ്ഞ എല്ലാ സാധനമൊന്നും കൊണ്ടുവരില്ല.
കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ വെയിറ്റ് കൂടുതലാണ്, അതെല്ലാം എടുത്തിട്ട് വരാൻ കഴിയില്ല. 2 മാസത്തേക്ക് ഉള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അപ്പം അതുകൊണ്ട് വരില്ല കേട്ടാ. മതി എന്തെന്നാ ഇത് എല്ലാം കെട്ടി അങ്ങാ കൊണ്ടുപോവാ. ഇപ്പം ഒന്നും ഓളെ വീട്ടിൽ പോവല്ലാണ്ട് ഇങ്ങ് കൊണ്ടുവരേണ്ട വിചാരേ ഇല്ല അവന്. ഒരു സാധനം ഞാൻ പറഞ്ഞാൽ കൊണ്ടുവരില്ല. ഇത് ഞാൻ എത്ര പൊറ്റി വളർത്തി കൊണ്ടുവന്നാൽ എല്ലാം അങ്ങ് കൊണ്ടുപോകും, ഒരു സാധനം കൊണ്ടുവരില്ലുണ്ട്. അമ്മേ, ഏച്ചി കൊടുക്കേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ സുധുവേട്ടന് വേണ്ടി കൊണ്ടുവന്ന മറ്റേ വൈഫോണിൻ്റെ ഒരു മൊബൈൽ അതും അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ട്, അതും പിന്നെ കുറച്ച് മറ്റേ ആക്സ് ഓയിലും ഒക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആർക്കാ വെച്ചാൽ അമ്മ എടുത്ത് കൊടുത്തോ കേട്ടോ. ഇതായി കൊണ്ടുപോകുന്ന ഒരു മൂക്കിൽ വലിക്കാൻ വരെയില്ല. സുധാകരന് പോകാനെല്ലാം വാങ്ങിയിട്ട് വന്നു. ഇത് ഞാൻ ആരൊക്കെല്ലാം ഓരി വെക്കുക, ഈ 2 എണ്ണം നുള്ളി കൊടുക്കാൻ വരെയില്ല. ഒന്നുമില്ല, കുറച്ച് മുട്ടായിയെങ്കിലും ജാസ്തി വാങ്ങിക്കൂടേന്. എല്ലാം കെട്ടി അങ്ങോട്ട് വരുന്നുണ്ടാവും, എല്ലാം ഒക്കെ അല്ലേ. ഇവിടെ പറ്റമ്മയുണ്ട്, കുടുംബമുണ്ട്, ഒന്നുമില്ല, ഒരു സദ്യയില്ല. ഇപ്പം മുമ്പേലെല്ലാം കെട്ടിക്കൊണ്ടുവരുമെന്ന്. ഇപ്പോൾ ഇവള് വന്നതിന് ശേഷം ഇങ്ങനെയായത്. എന്തെന്നാമ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കുന്നത്? എന്നോട് ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എന്നാ ഇനി കൊണ്ടുപോകുന്നതിന് മൂക്കിൽ വലിക്കാനുണ്ടോ? അത് ഞാനത് ആർക്കെല്ലാം ഒപ്പിക്കുക? അവള് പറഞ്ഞിട്ടായിരിക്കും എന്നോട് അല്ലേ. അമ്മ 2-3 kg എല്ലാം വാങ്ങിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് വാങ്ങിക്കുക. ഒരാൾക്ക് 2-3 kg ആവശ്യം എന്നാ. പിന്നെ ഇവിടുത്തെ വില അവിടുത്തെ വിലയെല്ലാം നോക്കുമ്പോൾ എല്ലാം ഒരുപോലെ തന്നെ ഏകദേശം. പിന്നെ ഇവിടെ ക്വാളിറ്റി ഉള്ള സാധനത്തിന് അവിടെയും വില കൊടുക്കണം, ഇവിടെയും വില കൊടുക്കണം. പിള്ളേർക്ക് നുള്ളി കൊടുക്കാനെങ്കിൽ എന്തെങ്കിലും വേണ്ടേ? എന്നാ 3 കിലോന് പറഞ്ഞ് സുബൂന് വരെ ഫോണ് വാങ്ങിക്കൊണ്ടുപോയി. അതിന് സുഡുവിന് ഫോൺ വാങ്ങിച്ചു കൊടുത്ത അമ്മേനെ ഹോസ്പിറ്റലെല്ലാം കൊണ്ടുപോയത് സുഡു അല്ലേ. അപ്പോൾ നമ്മളെത്തുന്നതിന് മുമ്പ് ബന്ധുക്കൾ എത്തുന്നതിന് മുമ്പ് എല്ലാം സുഡുവല്ലേ അടിയെത്തിനി. എത്തേണ്ട സ്ഥലത്ത് ആളെത്തുമ്പോൾ പിന്നെ 3 കിലോ എല്ലാം വാങ്ങിട്ട് 1 കിലോ എങ്കിലും ഇവിടെ കൊണ്ടുപോകുന്നു. ഇവിടെ എല്ലാം അങ്ങ് കടത്തിയിട്ടുണ്ടാവും അവിടെ എടുത്തിട്ട്. അപ്പം അമ്മയും പെങ്ങന്മാരൊന്നും വേണ്ടല്ലോ. അതൊരു കിലോ ഉണ്ടമ്മേ, നമുക്ക് അങ്ങനെ തോന്നിയാ.